വരുന്നൊരു ആൻറ്റിന ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പൊക്കിയേ ബ്രോ. ഇതെന്താ ഓട്ടോമാറ്റിക് ആൻറ്റിന. വണ്ടി എടുത്ത് ഫസ്റ്റ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ അലോയും ടയറും ചേഞ്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത വർക്ക് ഈ അലോയ്സ് ആണ്. ഓക്കെ, നമുക്ക് ഈ Evo 5 കണ്ടുവരുന്ന ആ ഒരു വലിയൊരു ഹെഡ്ലൈറ്റ് ടൈപ്പ് ഓക്കെ, അതിനകത്ത് അറ്റാച്ച് കൊടുക്കുന്ന ആ ഒരു ലിപ്പ് ഇവിടെ കാണാൻ പറ്റും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റിവ്യൂ ഉള്ള വണ്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന വണ്ടിയാണ്. 2000 മോഡൽ ലാൻസറാണ്. ഫുള്ളി മോഡിഫൈഡ് ആണ്. ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കി ആവശ്യം നൈസായിട്ട് മോഡിഫൈ ചെയ്ത ഒരു നല്ലൊരു അട്രാക്റ്റീവ് കളറിൽ വരുന്ന ഒരു ലാൻസറാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ക്ലോസ് ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അലോയ്സ് അത്യാവശ്യം നൈസായിട്ട് മോഡ് ചെയ്തിരിക്കുന്ന ഒരു ലാൻസറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഗൈസ്. ഇപ്പോൾ നമ്മളെ വണ്ടിയും അതേപോലെ വണ്ടിയുടെ ഓണറും നമ്മൾ കൂടെ ഉണ്ട്. ബ്രോ പേരെന്ന് പറയും? ഫൈസൽ എന്നാണ് പേര്. ഇൻസ്റ്റ ഐ ഡി എന്താണ് നമ്മളെ? ഫൈസൽ അബ്ദുൾ റഷീദ് ഇൻസ്റ്റ ഐ ഡി വരുന്ന. അപ്പോൾ വണ്ടിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനകത്ത് കാണുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി ബ്രോ. അപ്പം ഈ ഒരു ലാൻസർ എടുത്തിട്ട് ഏകദേശം എത്ര നാളാവുന്നുണ്ട്? നമ്മൾ ഒരു 1.5 വർഷത്തോളം ആവുന്നുണ്ട്. ഏകദേശം 1.5 വർഷം ആവുന്നുണ്ടല്ലോ ഈ വണ്ടി എടുത്തിട്ട്. അപ്പോൾ വണ്ടി എടുത്ത സമയത്ത് ഈ ഒരു കണ്ടീഷൻ ആയിരുന്നു? എങ്ങനെയായിരുന്നു? നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു വണ്ടി എടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മുടെ രീതിക്ക് പണിഞ്ഞതാണ്. ഓക്കെ. വണ്ടി മുമ്പത്തെ കളർ ഏതായിരുന്നു? അപ്പോൾ മുന്നേ ഒരു ഗോൾഡ് സിൽവർ പോലെ വരുന്നു. ഓക്കെ, ആ ഒരു കളർ സ്കീമിൽ വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടിച്ചിരിക്കുന്ന കളറിന് പ്രത്യേകിച്ച് പേരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോർഷല്ലോ അത് നമ്മളൊന്ന് കസ്റ്റം ചെയ്ത്. ഓക്കെ, പോർഷല്ലോ കസ്റ്റം ചെയ്ത് ചെറിയൊരു വേരിയേഷൻ വരുത്തി അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്ന വണ്ടി മൊത്തത്തിൽ കാണാൻ പറ്റും. ഫ്രണ്ടും ബാക്കും മൊത്തത്തിൽ ഒരു യെല്ലോ ഫിനിഷ്, അതേപോലെ ചെറിയൊരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫ്രണ്ട് വരുത്തിയ മാറ്റങ്ങൾ? നമ്മൾ മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഒന്നാമതായിട്ട് പറയാം. ഫുള്ളായിട്ട് കളർ മാറ്റിയിട്ടുണ്ട്. ഒരു ഡുവൽ ഷെയ്ഡ്, ഒരു ഡുവൽ ടോൺ കളർ ടൈപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്കും അതേപോലെ ഈ യെല്ലോ ആയിട്ടുള്ള കളർ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമ്മൾ Evo 5ന്റെ ഒരു ബമ്പർ ഫുള്ളി ഫൈബർ ഫിനിഷോട് കൂടി വരുന്ന ഒരു ബമ്പറാണ് നമ്മളെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, അതിനകത്ത് നമ്മൾ ആ ഒരു സെയിം യെല്ലോ കളർ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ബമ്പർ തന്നെ. അതിന്റെ കൂടെ വരാത്തതാണ് കേട്ടോ ലിപ്പ്. ആ ലിപ്പ് നമ്മൾ രണ്ടാമത് കസ്റ്റം ചെയ്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാണല്ലേ? അതിനകത്ത് ഓക്കെ, അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ലിപ്പ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബമ്പറിലും കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഈ ഒരു ഡില്ലൈറ്റ് ആണ്. ഈ ഇതൊന്ന് ഇട്ട് കാണിക്കാൻ പറ്റുമോ? അപ്പം ഇതാണ് ആ ഒരു ഡില്ലൈറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മൊബൈലിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് ലൈറ്റ് മാറ്റി അതേപോലെ പല പാറ്റേണിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ലൈറ്റിൻ്റെ സ്കീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ താഴെയുള്ള സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു മെഷ് എലമെൻറ്റ് കാണാൻ പറ്റും. ബമ്പറിൽ കൂടി തന്നെ വരുന്ന ഒരു മെഷ് എലമെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. അവിടെ സൈഡിലോട്ടുള്ള സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് Evo 5 കണ്ടുവരുന്ന ആ ഒരു വലിയൊരു ഹെഡ്ലൈറ്റ് ടൈപ്പ് ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് ഒരു LED ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു യെല്ലോ ഫിനിഷും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. വണ്ടി റണ്ണിങ്ങിൽ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് കേട്ടോ. അത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ബ്രൈറ്റുന്ന സമയത്ത് വൈറ്റും ഡിമ്മിൽ യെല്ലോ ആണ് ആവുന്നത്. പിന്നെ അടുത്ത സമയത്ത് ഇവിടെ സ്ലോട്ട് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഒരു മിനി ഫോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ആ ഒരു മിനി ഫോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു യെല്ലോ ലൈറ്റിൻ്റെ ആ ഒരു ലുക്കും ഫ്രണ്ട് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലും നമുക്ക് ചെറിയൊരു മെഷ് എലമെൻറ്റ് കാണാൻ പറ്റും. അടുത്തായിട്ടുള്ള സമയത്ത് ഒരു ലിപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലിപ്പ് ഇവിടെ കസ്റ്റം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബമ്പറിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതാണ് വണ്ടി കുറച്ചുകൂടെ താന്നിരിക്കുന്നതായിട്ടൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു ഫീലും കാര്യങ്ങൾ കൊടുക്കുന്ന നല്ല വൈഡ് ബോഡി ആയിട്ടൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പം ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റിലൊന്നും വേറെ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തിയിട്ടില്ലല്ലോ. ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ സ്റ്റോക്ക് തന്നെയാണ്. അപ്പം അതിനകത്തുനിന്ന് വേറെ മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ ഹെഡ്ലൈറ്റിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, സ്റ്റോക്ക് തന്നെയാണ്. അപ്പം ഇതാണ് ഫ്രണ്ടിലത്തെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലോട്ട് വരാം. സൈഡിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ? സൈഡിൽ നമ്മൾ GTRന്റെ സ്കേർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. GTRന്റെ സ്കേർട്ടിങ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു മെഷ് എലമെൻ്റൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആ ഒരു സ്കേർട്ടിങ് നമ്മൾ സെയിം യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുത്തിക്കുന്ന മാറ്റമാണ് ഈ ഒരു അലോയ്സും അതേപോലെ ടയറും. ബ്രോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റ് ചെയ്ത വർക്ക് അതാണ്. വണ്ടി എടുത്ത് ഫസ്റ്റ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ അലോയും ടയറും ചേഞ്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത വർക്ക് ഈ അലോയ്സ് ആണ്. ഓക്കെ, 17 ഇഞ്ച് അലോയ്സ് മാറ്റാൻ കാരണം വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? അതെ, നമുക്ക് അല്ല അതൊരു മേജർ പാർട്ട് അതാണ്. അതെ, വണ്ടി അലോയിൽ മാറുമ്പോൾ തന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറും. ഇട്ടേക്കുന്ന അലോയ്സിന് ഏകദേശം എത്ര കോസ്റ്റ് ആയി കാണുമ്പോൾ?
ഒരു 64 ടയറും അലോയ്സും കൂടി 4 ടയറും അലോയ്സും കൂടെ ഏകദേശം 67 സംതിങ് പ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അലോയി അതിനകത്ത് കാണാൻ കേട്ടോ ഭയങ്കര രസമാണ്. വണ്ടി കാണാനായിട്ട് ദൂരം നിന്ന് നോക്കുന്ന സമയത്ത് വണ്ടി റണ്ണിങ്ങിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഈ അലോയി എന്ന് പറയുന്ന അതിൻ്റെ റണ്ണിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. റിവേഴ്സ് തിരിയുന്നു. അതെ റിവേഴ്സ് വണ്ടി റണ്ണിങ്ങിൽ റിവേഴ്സ് തിരിയുന്നതായിട്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടും കാണുന്ന സമയത്ത്. പിന്നെ വരുത്തിക്കുന്ന മാറ്റമാണ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് മിറർ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്ര തന്നെയാണ് സൈഡിൽ കൊടുത്തേക്കുന്ന മാറ്റങ്ങൾ. പിന്നെ ചെറുതായിട്ട് ഒരു ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിങ്ങൾ അത്യാവശ്യം വയറിലായി കണ്ടിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്ന ആ ഒരു വാണ്ടറിൻ്റെ സ്റ്റിക്കർ ഇവിടെ കാണാൻ പറ്റും. പക്ഷേ അതിപ്പോൾ കറൻറ്റ്ലി വർക്കിംഗ് അല്ല, അതിൻ്റെ ബാറ്ററി ഡൗൺ ആണ് കേട്ടോ. അപ്പം ഇത്രയും തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലുക്കായിട്ട് തോന്നും. ആ ഒരു അലോയ്സ് കണ്ടില്ലേ, ഭയങ്കര രസമാണ് വണ്ടി സൈഡിൽ നോക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ പുറകിലോട്ട് പോകാം. പുറകിൽ മാറ്റങ്ങളുണ്ട്, അതേപോലെ ഇൻറ്റീരിയറിലും മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബ്രോ ബേക്കിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ് ബേക്കിൽ എടുത്തിരിക്കുന്ന മാറ്റങ്ങൾ? ബാക്കിൽ നമ്മൾ കോമൺ ആയിട്ട് സിയാസ് പിന്നെ സിവിക്കിനൊക്കെ വെക്കുന്ന തന്നെ സ്കേർട്ടിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കേർട്ടിംഗ് ആണ് ഈ കാണുന്നത്. അല്ലാതെ നമ്മൾ ലാൻസറിനായിട്ട് വരുന്ന പ്രത്യേക സ്കേർട്ടിംഗ് ഒന്നും അല്ലാതെ ലാൻസറിനായിട്ട് വരുന്നതല്ല, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ടൈപ്പ് സെഡാൻ വണ്ടികളിൽ വെക്കാൻ സിറ്റിയിലും പഴയ സിറ്റിയില് പിന്നെ സിയാസില് സിവിക്കില് എല്ലാം യൂസ് ചെയ്യുന്നത് ഈ സ്കേർട്ടാണ്. ഓക്കെ. ബമ്പറിനകത്ത് നമ്മൾ ആ സ്കേർട്ട് ആഡ് ചെയ്തു. സ്കേർട്ടിൽ പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റ്, ചെറിയൊരു ബ്രേക്ക് ലൈറ്റ് അതിനകത്ത് ഈ കാണുന്നതാണ് ചെറിയൊരു ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുന്ന. പിന്നെ ബാക്കിൽ വരുത്തിയിട്ടുള്ള റിവേഴ്സിന്റെ സെൻസർ വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് വെച്ചതാണ്. ഓക്കെ. പിന്നെ സ്പോയിലർ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ മ്യൂഗന്റെ സ്പോയിലർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പെയിന്റ് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ട് എനിക്കങ്ങോട്ട് അത് കുറച്ച് ഓവർ സൈസ് ആയി തോന്നുന്നു. എനിക്കത് പേഴ്സണലി അത് ഇഷ്ടം വന്നില്ല. അതുകൊണ്ട് മാറ്റിയിട്ട് നമ്മൾ ആ സ്റ്റോക്ക് സ്പോയിലർ തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്നത്. സ്റ്റോക്ക് സ്പോയിലർ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കാണുന്ന സമയത്ത് കേട്ടോ. പിന്നെ ആ സ്പോയിലറിൽ ഇവിടെ നമ്മൾ ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണോ? അല്ലല്ല, നമ്മൾ സ്റ്റോക്ക് ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. അത് കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് LED ചെയ്തു. ഓക്കെ. സ്റ്റോക്ക് ലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചും കൂടെ ലെങ്ത് വരും അല്ലേ? ഓക്കെ. ഇത്രയും സ്ഥലം വേക്കൻ്റ് കിടക്കുന്നുണ്ട്, അത്രയും കൂടെ നിറഞ്ഞായിരിക്കും സ്റ്റോക്ക് ലൈറ്റ് വരും. അതായിട്ട് സമയത്ത് ചെറിയൊരു ലോഗോ കാണാൻ പറ്റും. അതിൻ്റെ താഴെ റിവേഴ്സ് ക്യാമറ, പിന്നെ നേരത്തെ പറഞ്ഞ സെൻസേഴ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. പിന്നെ കൊടുത്തേക്കുന്നതാണ് ആ ഒരു ബ്രേക്ക് ലൈറ്റ്. നമ്മുടെ ബമ്പറിൻ്റെ ഏറ്റവും താഴെ ആയിട്ട് ഇതാണ് ആ ബ്രേക്ക് ലൈറ്റ് വരുന്നത്. അതിൻ്റെ വർക്കിംഗ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സമയത്ത് ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടി ഒരു ഷാർപ്പ് ഫിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു ബമ്പറിൽ അറ്റാച്ച് ചെയ്ത് വരുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ വരുത്തിക്കുന്ന വേറെ മാറ്റമാണ് മെയിനായിട്ട് ഈ ഒരു എക്സോസ്റ്റ്. അപ്പം എക്സോസ്റ്റിനോട് നിങ്ങളൊന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ വണ്ടി എക്സ്മോസ് നോട്ട്. ഗൈസ്, അപ്പോൾ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു ലാൻസറിൻ്റെ അകത്ത് സ്റ്റോക്കായിട്ട് വരുന്നൊരു ആൻറ്റിന ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പൊക്കിയേ ബ്രോ. ഇതുണ്ട് ഓട്ടോമാറ്റിക് ആൻറ്റിനയാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. അപ്പോൾ അത് എന്താ പറയുക, എനിക്കൊരു ഫസ്റ്റ് ടൈം അറിവാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ സംഭവം. അപ്പം ഇത് ഒരു പൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വണ്ടിക്കകത്ത്. അപ്പം അതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ആൻറ്റിനയുടെ വർക്കിംഗ്? ഇപ്പം നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് ഇറങ്ങാം. അകത്തും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രോ. വണ്ടിയുടെ അകത്ത് വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വണ്ടികളിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫ്ലോർ മാറ്റ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു പീസ് മാറ്റ്, പിന്നെ GFX-ന്റെ മാറ്റാണ്. ഓക്കെ. പിന്നെ നമ്മൾ കസ്റ്റം സീറ്റ്, നമ്മുടെ വണ്ടിക്ക് യോജിച്ച തരത്തിലുള്ള ഒരു യെല്ലോ ഇന്റീരിയർ ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. യെല്ലോ ബ്ലാക്ക് തന്നെ അവിടെ. ഓക്കെ. പിന്നെ ഡോർ പാഡിൽ നമ്മൾ യെല്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സ്വിച്ചസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. നമ്മൾ ഇഗ്നീഷൻ സ്റ്റാർട്ടിങ് അതിനകത്തോട്ടാണ്. നമ്മൾ ചാവിയിൽ ഒന്നുമില്ല, ഹാൻഡിൽ ലോക്ക് മാത്രമാണ് ചാവിയിൽ വരുന്നത് അല്ലേ? അല്ലാണ്ട് നമുക്ക് ഇഗ്നീഷനും ആക്സസറീസും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ച്. ഇത് ഓണാക്കുന്ന സമയത്ത് ഇഗ്നീഷൻ ഓൺ ആവും അല്ലേ? ഇത് നമ്മൾ ആക്സസറീസ്. ഓക്കെ. ആക്സസറീസ് കഴിഞ്ഞ് നമ്മൾ ഇഗ്നീഷൻ ക്ലസ്റ്റർ എല്ലാം ഓൺ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ. ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തേക്കുന്നത് അല്ലേ? ഓക്കെ. അതൊരു നല്ലൊരു ഫീച്ചറായിരിക്കും തോന്നുന്നുണ്ട്, ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഈ വണ്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചാവി ഉണ്ടെങ്കിലല്ലേ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ? അല്ല, ചാവി ഇല്ലെങ്കിലും ഇങ്ങനെ നമുക്ക് വിഷയം എടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ചാവി ഇട്ടിട്ടുണ്ട് ഹാൻഡിൽ ലോക്ക്. ഓക്കെ, ഹാൻഡിൽ ലോക്ക്. ശരി.
ഹാൻഡ് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഇന്റീരിയറിൽ? ഇന്റീരിയറിൽ പ്രത്യേകിച്ച് പിന്നെ അഡീഷണൽ ആയിട്ട് 2 സോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാർജർ സോക്കറ്റ്, പിന്നെ ഓഡിയോ സിസ്റ്റം കാര്യങ്ങളൊക്കെ. അതൊക്കെ ഈ കറന്റ് ഇപ്പോൾ കുറച്ച് വർക്കും പെൻഡിങ് ആണല്ലേ? നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 12 ഇഞ്ചിന്റെ സബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാ ഡബിൾ സിംഗിൾ ഡിന് സെറ്റും ഡിഡിയുടെ സ്പീക്കേഴ്സും ബ്ലൂസന്റെ മിഡ് സ്പീക്കർ ടോട്ടൽ. ഓക്കെ, തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ ഇന്റീരിയർ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. DVR നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ഫ്രണ്ട് ഇന്റീരിയർ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, ഓൾ ടൈം റെക്കോർഡിംഗ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ബാക്കും ഫ്രണ്ടും ഒരേ ടൈം റെക്കോർഡിംഗ് ആയിരിക്കും കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പുറത്ത് വരുത്തിക്കുന്ന മാറ്റങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നൈസായിട്ട് മോഡ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പം അലോയ്സ്, കളറിങ്, അതേപോലെ സ്കർട്ടിങ് എല്ലാം ചെയ്ത് പൊടിയാക്കിയൊരു വണ്ടിയാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം എത്ര നാളാവുന്നുണ്ട്? ഒരു 1.5 വർഷത്തോളം. അപ്പോൾ ഈ 1.5 വർഷത്തിനകത്ത് എന്തെങ്കിലും മേജർ പണികളോ കാര്യങ്ങളോ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? പണി പഴകിയ വണ്ടിക്ക് വരുന്ന ഒരു 1-2 പണികൾ വന്നിട്ടുണ്ട്. മേജറായിട്ടെന്ന് പറയാൻ എനിക്ക് സ്റ്റിയറിംഗ് ബോക്സിന്റെ ഒരു പണി വന്നിട്ടുണ്ട്. ഓക്കെ, അതേ ഉള്ളൂ. ഏകദേശം 2000 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ 24 വർഷം പഴക്കം വരുന്നുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ വരുന്നതല്ലാതെ ഭയങ്കര പണികളൊന്നും വരുന്നില്ല അല്ലേ? ഇല്ല, മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പണികൾ വരുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് മാറാത്തൊരു വണ്ടിയൊന്നും അല്ല. അങ്ങനെയില്ല. 1.5 വർഷം കൊണ്ട് എനിക്ക് ചെറിയ പണികൾ നോർമലി ഓടുന്ന ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ 18,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഓട്ടത്തിനനുസരിച്ചുള്ള പണിയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വർക്ക്ഷോപ്പ് കയറുന്ന വണ്ടി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇപ്പം മിറ്റ്സുബിഷി നമ്മളെ ഇന്ത്യയിലില്ല. അപ്പം ഇതിന് ഒരു സ്പെയർ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവൈലബിൾ ആണ്. പൊതുവേ പുറത്തുള്ളവരുടെ ഒരു ഇതാണ് കിട്ടാൻ പാട് എന്നുള്ളത്. പക്ഷേ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ സർവീസ് ചെയ്യുന്നുണ്ട്. എങ്ങും ദൂരെയും കൊണ്ടുപോയൊന്നും അല്ല ചെയ്യുന്നത്. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് ഷോപ്പ് ഉള്ളതും കാര്യങ്ങളൊക്കെ. മാറാനുള്ള അവൈലബിലിറ്റി എല്ലാം ഈസിലി അവൈലബിൾ ആണല്ലേ? കുഴപ്പമില്ല. നമുക്ക് അവിടെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ ലാൻസറിന്റെ മിത്സുബിഷി ലാൻസർ ക്ലബ്ബ് ഓൾ കേരള നല്ല ആക്റ്റീവായിട്ടുള്ളത്. അതിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സുകളുണ്ട്. അപ്പം നമുക്ക് ഒരു ഹെൽപ്പ്, നമുക്ക് എന്തെങ്കിലും ഒരു പാർട്സോ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ആയാലും ഫ്രഷ് ആയാലും നമുക്കൊന്നൊരു മെസ്സേജ് ഇട്ടാൽ കറക്റ്റായിട്ട് നമുക്ക് അതിനുള്ള റിപ്ലൈയും കിട്ടും, സാധനങ്ങളും കിട്ടും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അതിലും ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പം ഈ വണ്ടി എടുത്താൽ സ്പെയർ അവൈലബിലിറ്റി ഇല്ല, അങ്ങനത്തെ ഭയങ്കര മേജർ പണിയാണെന്നുള്ളതൊക്കെ വെറുതെയാണ്. അപ്പം അത്യാവശ്യം സ്പെയർ അവൈലബിലിറ്റി ഉണ്ട്. എന്തെങ്കിലും സ്പെയർ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്ത സാധനം കിട്ടുകയും ചെയ്യും അല്ലേ? ഓക്കെ, ലാൻസറൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും സ്പെയർ അവൈലബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്ലബ്ബുണ്ട്. ക്ലബിൻ്റെ പേരെന്താണ് ബ്രോ? MLC ലാൻസർ ക്ലബ്ബ്. ക്ലബിൻ്റെ പേരെന്താണ് ബ്രോ? ക്ലബിന്റെ പേര് MLC ലാൻസർ ക്ലബ്ബ്. ഓക്കെ, അതിനകത്തപ്പോൾ നമ്മൾ മെമ്പറായി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഈ ലാൻസറിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കിട്ടുമല്ലേ? നമുക്ക് എന്തും കിട്ടും. നമുക്ക് ഓൾ കേരള അതിനുള്ള എവിടെ പോയാലും നമുക്ക് ഒരു മെമ്പറെങ്കിലും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയും വഴിയിലായി പോകുന്ന പേടിക്കും. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ ആളുകൾ മെമ്പേഴ്സ് ഉണ്ട്. എവിടെ നമുക്ക് എന്തൊരു ഹെൽപ്പ് വേണമെങ്കിലും എപ്പോൾ രാത്രി വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്താണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്. ഓക്കെ, അപ്പം ബ്രോയും അതിലൊരു മെമ്പറാണ്. അപ്പോൾ ബ്രോയിൻ്റെ എന്താ പറയുക, സ്വന്തം അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽപ്പ്. അപ്പം ഇത്ര തന്നെയാണ് വണ്ടിയെക്കുറിച്ച് പറയാനുള്ള, വണ്ടിയുടെ ഓണർഷിപ്പിനെ കുറിച്ച് പറയാനുള്ള, ആ ഒരു ലാൻസറിൻ്റെ ക്ലബിനെ കുറിച്ച് പറയാനുള്ള. അപ്പം ഈ ഒരു വണ്ടിയുടെ ഇൻസ്റ്റേഡിയും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതിന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ നല്ല വീഡിയോസ് തന്നിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.